ഹായ് ഗൈസ്, രാവിലെ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിലേക്കാണെന്ന് പറയും. ഇവിടെ ഞങ്ങൾ മൂന്നുപേരും കൂടി വെക്കേഷൻ തീരാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ്. ഹാപ്പി ലാൻഡ് വളരെ എക്സ്പെക്റ്റേഷൻസോടെയാണ് ഞങ്ങൾ വന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ ഒരു 10 o'clock അടുപ്പിച്ച് എത്തുക. 10 o'clock വന്നു കഴിഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കുക. ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക. 800 ആണ് അഡൾട്ടിന്, പിന്നെ ചൈൽഡിന് 600 സംതിങ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ഫീറ്റ് അനുസരിച്ചാണ് അവരത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു ലോക്കർ തരും. അതിന് ഒരു കീ ഉണ്ടാവും. അത് നമ്മൾ കളയാണ്ട് സൂക്ഷിക്കണം. 50 റുപ്പീസാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ലോക്കറൊക്കെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളിതാ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ ഓരോ ഇടങ്ങളായിട്ട് നോക്കി നോക്കി കണ്ടുപിടിച്ച് എല്ലാ റൈഡിലും മാക്സിമം കയറാൻ നോക്കി. ഇതാണ് അതിൻ്റെ ടിക്കറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 5D തിയേറ്ററിലേക്കാണ് പോയത്. ഇതുപോലെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതിനകത്തേക്ക് കയറിപ്പോയി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ചെയറൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ എന്തോ ഞാൻ അധികം ഇങ്ങനെ പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നെഞ്ചെടുപ്പ്, ഭഗവാനെ, പക്ഷേ സൂപ്പറായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് പോയതാണ് ഇവിടേക്ക്, ഗോസ്റ്റ് ഹൗസ്. അവിടെ ഐ തിങ്ക് നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഗോസ്റ്റൊക്കെ വന്ന് അനങ്ങാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും ലാസ്റ്റത്തെ ചില ഗോസ്റ്റിൻ്റെ ഒരു പെട്ടെന്നുള്ള വന്നത് ഭയങ്കര പേടിയായി കേട്ടോ. എങ്കിലും കൊള്ളായിരുന്നു. ഭയങ്കര ഒരു രസം പറയാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ, അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുപോകണം കൊച്ചുങ്ങളെ. അതായത് നമ്മുടെ ഈ ഒരു ഏജ് ഓവറായിട്ട് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കൊണ്ടുപോയിരുന്നാൽ ചിലപ്പോൾ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ പാരൻസൊക്കെ കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് ആണ് കേട്ടോ. അതായത് കുട്ടിയായിരിക്കുമ്പോൾ കുട്ടികൾക്ക് പോകാനുള്ള സ്ഥലത്ത് കൊണ്ടുപോവുക, വലിയ ആളാകുമ്പോൾ വലിയ ഇടങ്ങളിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് മിസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അതൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അതിന് പറ്റിയൊരു ഇടമാണ്, ഒരു കുഞ്ഞിടമാണ്. വെക്കേഷൻ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണിത്. പിന്നെ ഞങ്ങൾ പോയത് ഇതുപോലുള്ള കുറേ റൈഡുകളിലാണ്. കുട്ടികൾക്ക് പറ്റുന്ന എന്നാൽ വലിയവർക്കും ഇതിലൊക്കെ കയറാൻ പറ്റുന്ന ഇടമായിരുന്നു. കയറി പോകുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ദേവിക. ദെൻ ദേവു അവിടെ ഒരുപാട് റൈഡിലൊക്കെ കിടന്ന് ചാടി ഓടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ നിരങ്ങിപ്പോകുന്ന ചില റൈഡ്സ് ഉണ്ടല്ലോ, അതിലിങ്ങനെ വലുത് കുട്ടി ചെറുത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എപ്പോൾ ഇങ്ങനെ പോയാലും അതൊരു രസമാണ്. ഞാനും പോണേ, എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത് കേട്ടോ. അവൾ നേരെ വന്ന് താഴത്ത് വന്ന് വീണു. പിന്നെ ഞങ്ങൾ പോയത് ഈ കാർ ഓടിക്കാനാണ്. ഇത് ഐ തിങ്ക് നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ്, വേറൊരു ഫാമിലി ഗ്രൂപ്പിൽ വന്ന ഒരു കുഞ്ഞു കുട്ടി. അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ കാറൊക്കെ ഓടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പൂളിൽ ഇറങ്ങുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ നനഞ്ഞുകൊണ്ട് നമുക്ക് ഈ മറ്റ് റൈഡിലുകൾ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ റൈഡിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് ഈ ഊഞ്ഞാൽ പോലത്തെ റൈഡ്, പിന്നെ നല്ല ചുറ്റിക്കറങ്ങുന്ന, ഞാനിതിലൊന്നും കയറില്ല കേട്ടോ. പക്ഷേ ദേവിക എല്ലാത്തിലും ഓടിച്ചാടിയൊക്കെ കയറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ. എന്നെക്കൊണ്ട് പറ്റാത്തതാണ് കേട്ടോ. ഞാനാണെങ്കിൽ ചെറിയ ഒരെണ്ണം വന്നാൽ ഞാൻ തലയിറങ്ങി വീഴും. അപ്പോൾ ദേവിക ഇതിലെല്ലാം ചാടി ഓടിയൊക്കെ കയറി അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അത്. അവൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ തലയിറക്കത്തോടുകൂടി വരുന്ന ആ ഒരു വരക്കാണത്. പിന്നെ അതുപോലെ ഈ ഊഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് വീട് പിടിക്കുന്ന എനിക്ക് അതിന് തല ഇറങ്ങി കേട്ടോ. ബട്ട് അവൾ ഭയങ്കര കൂളായിട്ട് അതിനകത്ത് അടിപൊളിയായിട്ട് അത് ചെയ്തിട്ട് ഇറങ്ങി വന്നു. എൻ്റെ പോലെ പോകുന്നുണ്ടോ, എൻ്റെ അയ്യോ അയ്യോ എന്ന് ഒരുപാട് പേര് എന്നെ തരുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടെയൊക്കെ റൈഡ്സ് ഉണ്ട്. ചില റൈഡ്സൊക്കെ കുറച്ച് പണി നടക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു നമ്മൾ ചെന്നപ്പോൾ. പിന്നെ ഞാൻ ആകെ കയറിയത് ഈ റൈഡിലാണ് കേട്ടോ. അതിൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കൊന്നും ഭയങ്കര ഉയരത്തിൽ നിന്നിട്ട് നമുക്ക് അതിൻ്റെ വ്യൂസൊക്കെ കാണാനായിട്ട് ഈ റൈഡ് ഉപയോഗപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് നിർത്തണേന്ന് വിളിച്ച് കൂവുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കിഡ്സ് പാർക്കായിരുന്നു. അവിടെ കുട്ടികൾക്ക് മെയിനായിട്ട് 14 താഴെയുള്ള കുട്ടികൾക്കുള്ള കുറേ റൈഡ്സ് അതിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ആമ വീട് പോലത്തെ ഒരു കട കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ എൻജോയ് ചെയ്യാൻ അതിലവളും രണ്ടുപേരും കൂടെ കയറിയിട്ട് കുറച്ച് റൈഡൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഇങ്ങനെ കുട്ടികളുടെ കളിക്കുന്നതൊക്കെ കണ്ടിരിക്കാനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മഴയായി ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത്. ഓവറോൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. എപ്പോഴായാലും പോകുമ്പോൾ മസ്റ്റ് ഒരു വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്.